നന്ദഗോപാലൻ കുമരൻ. യെസ്, 2019 പുറത്തിറങ്ങിയ NGKയുടെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ നന്ദഗോപാലൻ കുമരനെയാണ് കാണിക്കുന്നത്. കുമരൻ നല്ലൊരു ജോലി വേണ്ടാന്ന് വെച്ച് സ്വന്തം നാടിനെ സേവിക്കാനായി സോഷ്യൽ വർക്കറായും കൃഷിക്കാരനുമൊക്കെയായി ജീവിക്കുന്നയാളാണ്. നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ കുമരനുണ്ടാവും. കുമരന് അച്ഛനും അമ്മയും ഭാര്യയുമാണുള്ളത്. അച്ഛൻ രമണൻ മുൻ ആർമി ഓഫീസറാണ്. അമ്മ വിജി, ഭാര്യ ഗീതാകുമാരി. കുമരൻ ഈ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ എല്ലാം റോൾ മോഡലാണ് കുമരൻ. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന നല്ല ജോലി കളഞ്ഞ് കുമരനെ പോലെ സോഷ്യൽ വർക്കറായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കുമരനോടൊപ്പമുണ്ട്. കുമരന് നാട് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുമരൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അരുണഗിരി എന്നയാൾ ദേഹം മുഴുവൻ ചോരയായിട്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കിടക്കുന്നത് കണ്ടു. കുമരൻ പെട്ടെന്ന് തന്നെ മുറിക്കെല്ലാം മരുന്ന് വെച്ചു കൊടുത്ത് കാര്യം എന്താണെന്ന് തിരക്കി. അതിന് അരുണഗിരിയും എന്റെ മകൾക്ക് മധുരയിൽ നിന്ന് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. പയ്യന്റെ അമ്മ 2 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കല്യാണം എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടി MLA കണ്ട് പണത്തിന്റെ കാര്യത്തിൽ സഹായിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ MLA മകളെ 2 ദിവസത്തേക്ക് അയാളുടെ കൂടെ അയക്കാനും ആദ്യരാത്രി എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നുമൊക്കെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഞാനും ദേഷ്യം വന്ന് അവനെ എന്തൊക്കെയോ പറഞ്ഞു. അതിനെന്നെ ആളെ വെച്ച് അടിച്ചതാണ് ഇങ്ങനെ ആയത് എന്ന് വിഷമത്തോടെ അയാൾ പറഞ്ഞു. കുമരനും ഒന്ന് ആലോചിച്ച്, ഒന്നും പേടിക്കണ്ട, എന്റെ അമ്മയുടെ കുറച്ച് സ്വർണ്ണമുണ്ട്, അത് വിറ്റ് പണം തരാമെന്ന് പറഞ്ഞു. അതിന് ഗിരിയും, ആരും എന്നെ വിശ്വസിച്ച് പണം തരില്ല, അങ്ങനെയുള്ള എന്നെ വിശ്വസിച്ചിട്ടാണോ നീ പണം തരുന്നത് എന്ന് ചോദിച്ചു. കുമരനും യോഗ്യത നോക്കിയിട്ടല്ലോ, ആവശ്യത്തിനല്ലേ സഹായം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഗിരിയും ഒന്ന് ആലോചിച്ചിട്ട്, നിന്നെ പോലെയുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഈ നാട് എത്ര നന്നായേനെ എന്ന് പറഞ്ഞിട്ട് പോവും. നെക്സ്റ്റ് ഡേ കുമരൻ കളക്ടർ ഓഫീസിന്റെ മുന്നിലുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേര് നിൽക്കുന്നത് കണ്ടു. അതിലൊരു പെൺകുട്ടി കുമരനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ സർവീസിലിരുന്ന് മരിച്ചവരുടെ മക്കൾക്ക് ജോലി കിട്ടുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ കളക്ടർ ആ ഓർഡറിൽ സൈൻ ചെയ്യുന്നില്ല. സോ കുമരനും അവരുടെ സർട്ടിഫിക്കറ്റ്സും അപേക്ഷയും വാങ്ങി കളക്ടർ ഓഫീസിലേക്ക് പോയി നോക്കിയതും അവനും അവിടെ ഒരുപാട് കടമ്പകൾ നേരിടേണ്ടി വന്നു. അപ്പോഴാണ് കുമരന്റെ സ്കൂൾ ഫ്രണ്ടിനെ കണ്ടത്. ഈ ഫ്രണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണ്. കാര്യം അറിഞ്ഞതും ഞാൻ കൗൺസിലർ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തഹസീൽദാരുടെ അസിസ്റ്റന്റ് വന്ന് അച്ഛൻ മരിച്ചവർക്കുള്ള ജോലിയുടെ അപേക്ഷയിൽ സൈൻ ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുമരനും അവിടെ എന്താ നടന്നതെന്ന് മനസ്സിലായില്ല. ഫ്രണ്ടിനോടും സാധാരണ ഒരു കൗൺസിലർ വിചാരിച്ച കളക്ടറിനെ കാണാൻ കഴിയുമെന്ന് ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു. ഫ്രണ്ടും സ്കൂൾ ഫസ്റ്റും സ്റ്റേറ്റ് ഫസ്റ്റും ഒക്കെ ആയിട്ടും നിനക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് കുമരനെ കളിയാക്കി. അതിനുശേഷം കുമരൻ ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടി ഓർഗാനിക് കൃഷി ചെയ്യുന്നുണ്ട്. സോ മറ്റു കച്ചവടക്കാര് ഒരു നേതാവിനെയും കൂട്ടി കുമരന്റെ വീട്ടിലേക്ക് വന്ന് ചെറിയൊരു ഭീഷണി സ്വരത്തിൽ ഇവരുടെ ജൈവ കൃഷി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. കുമരനും ആ ഭീഷണി വകവെക്കാതെ വീണ്ടും കൃഷിസ്ഥലത്തേക്ക് വന്നതും ഇവരുടെ വായിൽ തീ വെച്ച് നശിപ്പിച്ചു. ഇവരുടെ വീടുകളിൽ കയറി എല്ലാ സാധനങ്ങളും അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ ഓരോ കാര്യം ചെയ്തു. എല്ലാവരും കുമരനെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. കുമരനും അരുണഗിരിയോട് സംസാരിച്ചതിൽ MLA വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയും. ഇലക്ഷനാണ് വരാൻ പോകുന്നത്. നിനക്ക് ഈ നാട്ടിൽ ഒരു മര്യാദയുണ്ട്. നിന്റെ വില നിനക്കറിയില്ല. നീ ആദ്യം MLA പോയി കാണ്, ബാക്കി എന്നിട്ട് നോക്കാമെന്ന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ഡേ കുമരൻ MLAയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവന് സ്കൂൾ ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് കുമരന് MLA കാണാനായിട്ട് കഴിഞ്ഞു. കുമരനും കാര്യം പറഞ്ഞതനുസരിച്ച് MLAയും അത് ചെയ്തു കൊടുത്തു. എന്നിട്ട് നീ എനിക്കെന്താണ് ചെയ്തു തരാൻ പോകുന്നത് എന്ന് MLA കുമരനോട് ചോദിച്ചു. കുമരനും ഒന്നും മനസ്സിലായില്ല. ആ സമയം ഗേറ്റിന് പുറത്തു നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അരുണഗിരി ഓടി MLAയുടെ അടുത്ത് വന്ന്, ഞാനാണ് കുമരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുമരന്റെ കൂടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ കുമരൻ ഒരു 500 പേരെ കൂട്ടി നമ്മുടെ പാർട്ടിയിലേക്ക് ചേരുമെന്ന് പറഞ്ഞു. കുമരനും ഈ ഗിരി പറയുന്നത് കേട്ട് അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള സംശയത്തിൽ നിന്നു. MLAയും 500 പേരെ നീ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചതിന് കുമരനും മടിച്ച് ശരി എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വന്ന കുമരൻ ആ കാര്യം വീട്ടുകാരോട് പറഞ്ഞതും അമ്മ ഒരുപാട് അവനെ വഴക്ക് പറഞ്ഞു. എന്നാൽ ഭാര്യ ഗീത കുമരന്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോട്ടെ എന്ന് അമ്മയോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ കുമരൻ 500 പേരെ കൂട്ടി പാർട്ടിയിൽ ചേർന്നു. രാഷ്ട്രീയക്കാരുടെ വാക്ക് വെറും പ്രഹസനമാണെന്ന് കുമരന് തോന്നി. എന്നാൽ അരുണഗിരിയും രാഷ്ട്രീയക്കാരന്റെ പവർ എന്താണെന്ന് എക്സാമ്പിൾ സഹിതം കാണിച്ചു കൊടുത്തു. കുമരനും അതിനുശേഷം MLA വന്ന് കണ്ട് ഒരു ജോലി തരാൻ ആവശ്യപ്പെട്ടതും MLAയും പാർട്ടി ഓഫീസിൽ ടോയ്ലറ്റ് ബ്ലോക്കാണ്, നന്നായി കഴുകി വെള്ളം കൊണ്ടുവെക്കെന്ന് പറഞ്ഞു. കുമരനും ദേഷ്യം വരുന്നുണ്ടെങ്കിലും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ എന്നോർത്ത് അയാൾ പറഞ്ഞതെല്ലാം കുമരൻ ചെയ്തു.
അതിനുശേഷം കുമരനും മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിലും മര്യാദയുള്ളവനായി അഭിനയിക്കാൻ തുടങ്ങി. കുമരന്റെ ഈ മാറ്റം കണ്ട് പാർട്ടിയിലെ പ്രവർത്തകരും MLAയും വരെ ഞെട്ടി. MLAക്ക് വഴക്ക് പറയാനോ താഴ്ത്തി കെട്ടാനോ ഒരു നിമിഷം പോലും സമയം കൊടുക്കാതെ കുമരൻ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ആരംഭിച്ചു. ഇതെല്ലാം കണ്ട് MLAയും കുമരനെ നോട്ട് ചെയ്തു. അങ്ങനെ കുമരൻ MLAയുടെ വലങ്കയായി. കുമരൻ ഇല്ലാതെ MLAയുടെ ഒരു കാര്യവും നടക്കാതെയായി. ഈ അവസരം മുതലെടുത്ത് കുമരൻ പാവപ്പെട്ടവർക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ MLA കുമരനെയും കൂട്ടി പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹൈക്കമാൻഡിനെ കാണാനായിട്ട് വന്നു. MLAയോട് എന്തോ ചോദിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അയാൾക്ക് നല്ല പേടിയുണ്ട്. ഇതെല്ലാം കണ്ട് കുമരനും ഒന്നും മനസ്സിലാവാതെ നിന്നു. MLAയും ആ വാനതി ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന സമയത്ത് കുമരനും ആരാ ഈ വാനതി എന്ന് ചോദിച്ചു. MLAയും അവള് ഈ ഇന്ത്യ മുഴുവനുള്ള PR ഹെഡാണ്. അവളോട് ചോദിക്കാതെ ലീഡർ ഒരു ചൂണ്ട് വിരല് പോലും അനക്കില്ല. ഏതൊക്കെ മീറ്റിംഗിൽ എന്തൊക്കെ സംസാരിക്കണം, മണ്ഡലങ്ങളിൽ എന്തൊക്കെ നടക്കണം, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി കൊടുത്തു, ഇലക്ഷൻ പ്ലാൻ, ഡൽഹിയിൽ എന്ത് സംസാരിക്കണം, ഏത് കക്ഷിയെ കൂടെ നിർത്തിയാലാണ് ജയിക്കുന്നത്, അങ്ങനെയെല്ലാം അവളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ കുമരന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 9th ഫ്ലോറിലെത്തി കുമരനെ പുറത്തു നിർത്തി MLA അകത്ത് കയറി. അകത്തേക്ക് കയറിയതും വാനതി MLAയോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. കൂടെ ലീഡർ ഉണ്ടായിരുന്നു. MLAക്ക് ഒന്നിനും മറുപടി പറയാൻ കഴിയാതെ വിയർക്കുന്നത് കണ്ട് വാനതി കുമരനെ അകത്തേക്ക് വിളിച്ച് ഈ ബിൽഡിംഗ് കെട്ടുന്നത് റൂൾ അനുസരിച്ച് തെറ്റാണെന്ന് പറഞ്ഞതിന് കുമരനും തഹസിൽദാറിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ കെട്ടാമെന്ന് വാനതിയോട് വേറൊരു റൂൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയാൻ പോവാണ് എന്ന് പറഞ്ഞതും വാനതി അവനെ പരിഹസിച്ചു. അതിന് കുമരനും ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് യുണൈറ്റഡ് നാഷൻ ഇൻ ഇന്ത്യ ആണ്, അപ്ലൈ ചെയ്ത് സാങ്ഷനും വാങ്ങി. കൂടെ ഇത്തവണയും പാണ്ഡ്യൻ സാർ തന്നെ MLA ആയാൽ ഇതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞ് 20 വർഷത്തേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രാഫ് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട വാനതിയും നീ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചു. കുമരനും MTech എൻവയോൺമെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും അഗ്രികൾച്ചറും എന്ന് പറഞ്ഞതും വാനതിയും ഇയാൾക്ക് നിന്നെ ആവശ്യമില്ല, നീ ഞങ്ങളുടെ PR ടീമിലേക്ക് ജോയിൻ ചെയ്തോ എന്ന് ഓഫർ ചെയ്തു. പക്ഷെ കുമരനും സോറി മാഡം, ഞാൻ പാണ്ഡ്യൻ സാറിനെ വിട്ട് എവിടേക്കും വരില്ല എന്ന് പറഞ്ഞതും MLA അവനെ ആശ്ചര്യത്തോടെ നോക്കി. കുമരനും വാനതിയോട് നന്ദി പറഞ്ഞ് ലീഡറിനെയും ഒന്ന് പൊക്കി പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ലീഡറും ഇവനൊന്ന് റെഡ് ലിസ്റ്റിൽ വെച്ചേക്കെന്ന് വാനതിയോട് പറഞ്ഞു. നൈറ്റ് ആയതും വാനതി കുമരനെ കോണ്ടാക്ട് ചെയ്ത് വരാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് തന്നെ കുമരനും വാനതിയുടെ അടുത്തെത്തി. വാനതിയും അവളെ പരിചയപ്പെടുത്താൻ പോയതും അവളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കുമരൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്നിട്ട് ഈ സമയത്ത് വരാൻ പറഞ്ഞതുകൊണ്ട് പറയാനുള്ളത് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. സോ ഞാൻ എന്താണ് നിങ്ങൾക്കായി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വാനതിയും കുമരനെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി CMന്റെ ഫോട്ടോ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട കുമരനും തീ കത്തിക്കുമ്പോൾ ഏറ്റവും മേലെയും കത്തിക്കാൻ പാടില്ല, ഏറ്റവും താഴെയും കത്തിക്കാൻ പാടില്ല, നടുക്ക് കത്തിക്കണം, അപ്പോഴാണ് 2 സൈഡിലേക്കും ഒരുപോലെ തീ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. വാനതിയും ഹെൽത്ത് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ മിനിസ്റ്ററിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞതും കുമരനും ഫോൺ എടുത്ത് അരുണഗിരിക്ക് കോൾ ചെയ്ത് ഹെൽത്ത് മിനിസ്റ്ററിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോദിച്ചു. ഈ അരുണഗിരി ഓൾറെഡി ഭരണപക്ഷ പാർട്ടിയിൽ നിന്ന് KMK പാർട്ടിയിലേക്ക് വന്നയാളാണ്. സോ മിനിസ്റ്ററിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് അയാളുടെ രഹസ്യബന്ധത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ സമയം വാനതിക്ക് കുമരനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കുമരനും കിട്ടിയ വിവരം വാനതിക്ക് പറഞ്ഞു കൊടുത്തു. വാനതി അതിന് താങ്ക്സും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കുമരൻ വീട്ടിലേക്ക് വന്നതും ഭാര്യ ഗീത കുമരനെ കെട്ടിപ്പിടിച്ചു. ആ സമയം അവൾക്കൊരു സംശയം തോന്നി. എന്നിട്ട് കുമരനെ സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു പ്രത്യേക പെർഫ്യൂമിന്റെ സ്മെല്ലും അവൾക്ക് കിട്ടിയിരുന്നു. കുമരനും ഞാൻ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വരികയാണ്, അവിടുന്ന് ആരെങ്കിലും അടിച്ചിട്ട് വന്നതാവും എന്ന് പറഞ്ഞു. എങ്കിലും ഗീത ഒന്നുകൂടി സ്മെല്ല് ചെയ്തിട്ട് ഇത് ലേഡീസ് പെർഫ്യൂമിന്റെ സ്മെല്ലാണ്, വെരി വെരി സ്ട്രോങ്. ഞാനും പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളാണ്, വളരെ ഇഷ്ടവുമാണ്. ഒരാളുടെ പെർഫ്യൂം സ്മെല്ല് വേറൊരാളുടെ ദേഹത്ത് പലതരത്തിൽ സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ സ്പ്രെഡ് ആവുമെന്ന് കാണിച്ച് നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗീത അവിടുന്ന് പോയി. അതിനുശേഷം കുമരനും ചില ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് അവന്റെ അച്ഛന്റെ സഹായം തേടി. അച്ഛനും ആർമിയിലെ വലിയ ഓഫീസർ ആയതുകൊണ്ട് വേറെ ഓഫീസറിനെ വിളിച്ച് ചില ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു കൊടുത്തു. കുമരനും അച്ഛനെ സൂക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇത്ര വലിയ ആളായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതിന് അച്ഛനും അത് എനിക്ക് തരുന്ന മര്യാദയല്ല, ആ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നില്ലേ പരമവീർ ചക്ര, മിലിറ്ററിയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ്, അതിന് കിട്ടിയ റെസ്പെക്ട് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ കുമരൻ നടന്നു വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ വന്ന് അവനെ പിടിച്ചോണ്ട് പോയി. അത് CMന്റെ ആൾക്കാരായിരുന്നു. CMം വീഡിയോ കോൾ ചെയ്ത് നിന്നെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇലക്ഷനല്ലേ വരുന്നത് എന്ന് പറഞ്ഞതിന് കുമരനും ഞാൻ സത്യം പറയാം, പക്ഷേ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് CMം എന്നെ സംബന്ധിച്ച് നീ ഒരു കൊതുക് പോലും അല്ല, ആദ്യം നീ പറയേ അത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയും. CM പറഞ്ഞ ഇംഗ്ലീഷ് കേട്ട് സാർ ഡൽഹിയിലേക്ക്
കൂട്ടുനോക്കുന്നുണ്ടോ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സിഎമ്മിന്റെ പാർട്ടിയിലുള്ള ഹെൽത്ത് മിനിസ്റ്ററിന്റെ കാര്യം പറഞ്ഞ് 2 ദിവസം കൊണ്ട് അയാളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇലയ്ക്ക് മുള്ളും കേടില്ലാതെ ഞാൻ അത് ചെയ്യാം. നാളെ ഏത് പാർട്ടി വന്നാലും എനിക്ക് ജീവിക്കണ്ടേ. ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ വാനതിയുടെ ഓഫീസ് കാണിക്കും. അവിടെ അവർ ഒരു ന്യൂസ് ഓൺ എയർ ചെയ്യുന്നുണ്ട്. അതിൽ സെൽവി എന്നൊരു ലേഡിയുടെ മകളെ ഹെൽത്ത് മിനിസ്റ്റർ പ്രഗ്നന്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ന്യൂസ് റിപ്പോർട്ടേഴ്സിനോട് കരഞ്ഞു പറയുന്നുണ്ട്. അതിനുള്ള തെളിവും കാണിച്ചു കൊടുക്കും. ഈ ന്യൂസ് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് മിനിസ്റ്ററും തനിക്ക് അതിൽ ഒരു ബന്ധവുമില്ല എന്ന് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ കുമരൻ ആൾക്കാരെ കൂട്ടി പന്തം കത്തിച്ച് പ്രതിഷേധം നടത്തി. കുമരന്റെ സമര പോരാട്ടം ടിവിയിൽ എല്ലാവരും കാണുന്നുണ്ട്, അവന്റെ വീട്ടുകാരുൾപ്പെടെ. കുറച്ച് സമയത്തിന് ശേഷം പോലീസ് വന്ന് ലാത്തി ചാർജ് നടത്തി. എല്ലാ അണികളും ഓടിയിട്ടും കുമരൻ ഓടിയില്ല. അവന് ഒരുപാട് അടി കിട്ടുന്നുണ്ട്. കുമരന്റെ ഈ പ്രതിഷേധം ട്വിറ്ററിൽ ഇന്ത്യ മുഴുവൻ ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസും മറ്റുള്ളവരും അവിടുന്ന് പോയ ശേഷം കുമരനോട് അവന്റെ സ്കൂൾ ഫ്രണ്ട് നിന്റെ പ്ലാൻ നല്ലതാണ്, എന്നാൽ നീ വിചാരിച്ചത്ര റീച്ച് കിട്ടില്ല. ആളുകൾ കുറച്ചു നേരം നിന്റെ മുഖം കണ്ടിട്ട് ചാനൽ മാറ്റും. 2 ദിവസം കൊണ്ട് എല്ലാവരും മറക്കും. അത് പോരാ, ആരെങ്കിലും മരിക്കണം, അതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കുമരന്റെ കയ്യിൽ കത്തി പിടിപ്പിച്ച് ഫ്രണ്ട് രാജ അവനെ തന്നെ കുത്തിച്ചു. അങ്ങനെ അവൻ മരിച്ചു. കുമരൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. കുമരനെ പോലീസും കൊണ്ടുപോയി. ഇപ്പൊ രാജ മരിച്ച വിഷയം വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും കൊടുക്കാമെന്നും പറഞ്ഞു. പാർട്ടിക്ക് ഇത്രയും കളങ്കം വരുത്തിയത് കൊണ്ട് ഹെൽത്ത് മിനിസ്റ്ററെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അതിനുശേഷം കുമരൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. അവൻ ഫ്രണ്ടിന്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഞെട്ടി എഴുന്നേറ്റു. KMK പാർട്ടിയുടെ ലീഡറും MLA യും വാനതിയും ഒക്കെ കുമരനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വന്നു. മീഡിയാസും ഉണ്ട്. ലീഡർ കുമരനോട് സംസാരിക്കുന്ന സമയത്ത് ഗീതയ്ക്ക് വാനതിയുടെ അടുത്ത് നിന്നതും പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടി. എന്നിട്ട് വാനതിയോട് നിങ്ങളുടെ പെർഫ്യൂം വെർസാച്ചെ സ്പെഷ്യൽ എഡിഷൻ അല്ലേ, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഗീത എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടെന്ന പോലെ വാനതിയോട് സംസാരിച്ചു. ഇപ്പുറത്തെ ലീഡറും കുമരനോട് നിനക്ക് നീതി കിട്ടുന്നത് വരെ ഞാനും നമ്മുടെ പാർട്ടിയും പിന്തിരിയില്ല എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അതിനുശേഷം CMന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ CM അസിസ്റ്റൻസിനോട് കുമരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുമരനെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് നഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയോട് കൂടെ വരണ്ടെന്നും പറഞ്ഞു. കുമരനെ MRI സ്കാൻ എടുക്കാനായി കിടത്തിയിട്ട് നഴ്സ് പോയി. അപ്പൊ ഒരുത്തൻ വന്ന് കുമരനെ ഷൂട്ട് ചെയ്യാൻ നോക്കി. കുമരനും അയാളെ അടിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുമരനെ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ട് തന്നെ മയക്കം വരുന്നത് പോലെ തോന്നി. എങ്കിലും കുമരൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബാത്റൂമിലേക്ക് വന്നു. കുമരൻ രക്ഷപ്പെട്ടതറിഞ്ഞ് ഈ റൗഡികളും ഇവനെ അന്വേഷിച്ച് ബാത്റൂമിലെത്തി. അവിടെ ഗംഭീരമായൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കുമരനും അവസാനം രക്ഷപ്പെടാനായി റൗഡികളും പിന്നാലെ തുരത്തി വരുന്നുണ്ടെങ്കിലും ഓടി ഹോസ്പിറ്റലിനടുത്തുള്ള പുഴയിലേക്ക് വന്ന് ചാടി. നെക്സ്റ്റ് ഡേ കുമരനെ കാണുന്നില്ല. മരിച്ചുവെന്നറിഞ്ഞ് സുഹൃത്തുക്കളും നാട്ടുകാരും ഹോസ്പിറ്റലിന് മുന്നിലെത്തി കരഞ്ഞ് ബഹളമുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ സമയം കുമരൻ ഒരു അമ്പലത്തിന്റെ മുന്നിലിരുന്ന് അരുണഗിരിയെ കോൾ ചെയ്ത് എന്താ ചേട്ടാ റെഡിയാണോ എന്ന് ചോദിച്ചു. ഗിരിയും നിന്നെ കാണുന്നില്ല, മരിച്ചുപോയി, നീ ജയിലിലാണ്, നിന്നെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ ജനങ്ങളെല്ലാവരും പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം കുമരൻ വീട്ടിലേക്ക് വന്നതും വീടിന് മുന്നിൽ മീഡിയാസും നാട്ടുകാരും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുമരനും കരഞ്ഞ അഭിനയിച്ച് ഞാൻ എന്റെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയുള്ളൂ എന്ന് ഒരു ഡ്രാമ നടത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ശേഷം വീടിനകത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്ന കുമരനോട് ഗീത ഇങ്ങനെ മാസ് കാണിക്കാൻ അവളാണോ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കും. അതിന് കുമരനും അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ എന്ന് പറയും. ഗീതയും ഇത്രയും പറഞ്ഞവന് നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ദേഷ്യം വന്ന കുമരനും അവിടുത്തെ ചെടിച്ചട്ടിയെല്ലാം ചവിട്ടി പൊടിച്ച് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞതും ഇത്രയും നേരം ദേഷ്യപ്പെട്ട് സംസാരിച്ച ഗീതയും ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി. എന്നിട്ട് വിഷമം ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ ഞാൻ മിണ്ടാതിരിക്കില്ലേ, വെറുതെ എന്നെ വിഷമിപ്പിക്കുന്ന മാത്രമാണ് നിങ്ങളുടെ ജോലി. എനിക്കറിയില്ല എന്റെ ഭർത്താവിന്റെ നിഴല് പോലും വേറൊരു പെണ്ണിന്റെ മേല് വീഴില്ല എന്ന്. വേറൊരുത്തി വന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ട് വേണോ എന്റെ കുമരൻ തങ്കാണെന്ന് എനിക്ക് അറിയാൻ. വേഗം പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കടയിൽ പോയിട്ട് ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് വരാം. അത് കാരണമല്ലേ എല്ലാ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അവിടുന്ന് പോയി. കുമരനും ഒന്നും മിണ്ടാതെ സ്റ്റക്കായ പോലെ നിന്നു. അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറുകളിലെല്ലാം കുമരനെ കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു. അതിനുശേഷം CMഉം KMK ലീഡറും ഒരുമിച്ച് ഒരു കല്യാണത്തിന് പങ്കെടുത്തു. മീഡിയാസ് എല്ലാം ഇവരെയാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ഇവരും നമ്മുടെ 2 പാർട്ടിയും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നുണ്ട്. വേറൊരു പാർട്ടി എന്തിനാണ് എന്നൊക്കെ ഇവർ തമ്മിൽ പറയുന്നുണ്ട്. പക്ഷെ പുറമെ കാണുന്നവർ ഇവർ നല്ല സുഹൃത്തുക്കളാണ്, ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കുമരനെ കാണിക്കും. കുമരൻ ഇപ്പോ വാനതിയുടെ റൂമിൽ അവൾ വരുന്ന സമയത്ത് അവളുടെ ഗണ്ണ് പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് വാനതിയോട് ഞാൻ ഒരിക്കലും നിങ്ങളെ യൂസ് ചെയ്യാണെന്ന് കരുതരുത്, അന്ന് അങ്ങനെയൊക്കെ നടന്നു പോയതാണ്, രാജപെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല, ഇത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ കള്ളം പറയാറുണ്ട് പക്ഷെ നിന്നോട് പറയില്ല എന്നും പറഞ്ഞു. അതിന് വാനതിയും നീ വിചാരിച്ചത് നടന്നു, എല്ലാവരെയും ശത്രുക്കളാക്കി, ഇനി മരണം എപ്പോ വരുന്ന കാത്തിരിക്കണം,
അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. വാനതിയും 2 മിനിറ്റിൽ കറണ്ട് വരും. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. പാവം ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ടാവില്ല. മെഴുകുതിരി കത്തിച്ചു വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ആ ക്രൂരത വെച്ച് നോക്കിയാ ഇത് സ്വർഗമാണെന്ന് പറഞ്ഞു. കുമരൻ വാനതി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് മെഴുകുതിരി എന്റെ ഭാര്യയും നീ 5 സ്റ്റാർ ഹോട്ടലും നല്ല പഞ്ചാണ് എന്ന് പറയും. അതിനുശേഷം കുമരൻ വാനതിയോട് അവന് MLA ആവാനുള്ള ഹെൽപ്പ് ചോദിച്ചു. വാനതിയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുമരനും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇലക്ഷൻ അടുത്തു വന്നു. ദിവസങ്ങളും കടന്നുപോയി. ലീഡർ ഒരു കാര്യവും വാനതിയോട് ഡിസ്കസ് ചെയ്യുന്നില്ല. വാനതിയും കുമരനെ വിളിച്ച് ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ സൂക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. ആ ദിവസം കുമരന് ഒരു അനുമോദന ചടങ്ങ് നടത്തുന്നുണ്ട്. കുമരനും വാനതി പറഞ്ഞതാലോചിച്ച് ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട അമ്മയും ആ നാശം പിടിച്ച പരിപാടിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കും. ഗീതയും റെഡി ആയിട്ട് വന്ന് ഞാൻ വിചാരിച്ചതും അമ്മ അത് പറഞ്ഞു. ഇവർക്കല്ല അനുമോദന ചടങ്ങ്, അതിന് ഇവര് തന്നെ ലേറ്റ് ആയിട്ട് പോയാൽ ശരിയാണോ എന്നും പറഞ്ഞ് കുമരനോട് വേഗം പോയി റെഡി ആയിട്ട് വായെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയോടും എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഗീതാകുമാരി, കുമരന്റെ ഭാര്യ, പേരിന് മാത്രമെന്ന് പറഞ്ഞത് കേട്ട് കുമരന്റെ അമ്മയും നീ ഇങ്ങനെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കല്ലേ, ആ പാർട്ടിക്കാർ വന്ന് വിളിച്ചതിന് നീ എന്തിനാ പോകുന്നതെന്ന് വിഷമത്തോടെ ചോദിച്ചു. അതിന് ഗീതയും ഫോട്ടോ എടുക്കുമ്പോ കുമരന്റെ ഭാര്യയായിട്ട് ഞാനല്ലേ കൂടെ നിൽക്കേണ്ടത്, അല്ലാതെ വെപ്പാട്ടിയാണോ എന്ന് ചോദിച്ചതും കുമരനും എഴുന്നേറ്റ് ഡ്രസ്സ് മാറാനായി പോയി. റെഡി ആയിട്ട് വന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എന്റെ മുഖം നന്നായിട്ടൊന്ന് നോക്കിക്കോ, ചിലപ്പോ പിന്നെ ഈ മുഖം കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു. അമ്മയോ അതിന് നിനക്ക് വട്ടായോ പോടാ എന്ന് അവനോട് പറഞ്ഞു. അടുത്തത് ഗീതയുടെ അടുത്ത് വന്ന് നീ തങ്കമാണ്, എന്റെ ജീവനാണ്, നീയും എന്നെ നന്നായി ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു. അച്ഛനോടും അവൻ അത് തന്നെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി. കുമരൻ ഗീതയും കൂട്ടി സൈക്കിളിൽ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്നൊരു കടക്കാരൻ ഇവര് പോയി എന്ന് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് കാരവലിരിക്കുന്ന ലീഡറിനോട് വാനതി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് സാർ പ്രിപ്പയർഡ് ആവുന്നതെന്ന് ചോദിച്ചു. അതിന് ലീഡറിന്റെ കൂടെയുള്ള ആളും ഞങ്ങൾ 3 പേരും കളത്തിലിറങ്ങി ഒന്നും ചെയ്യാറില്ല, അതേസമയം മറ്റുള്ളവരെ വിശ്വസിക്കാറുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം, നിങ്ങൾ നിങ്ങളെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു. കുമരനും പരിപാടി സ്ഥലത്തേക്ക് വന്നപ്പോ പോലീസ് തടഞ്ഞ് അവരോട് മാർക്കറ്റ് വഴി പോവാൻ പറഞ്ഞു. അവരും മാർക്കറ്റ് വഴി നടക്കുന്ന സമയത്ത് കുമരന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. കുമരന്റെ ദേഹത്ത് കത്തി വെച്ച് കുത്തി ഒരുപാട് പരുക്കുകൾ ഉണ്ടായി. ഗീത തടുക്കാനായി വന്നതും അവളുടെ കൈക്കും കുത്തേറ്റു. കുമരൻ എല്ലാവരെയും അടിച്ചോടിച്ചെങ്കിലും വീണ്ടും റൗഡികൾ വരുന്നുണ്ട്. കുമരൻ ഗീതയെ എടുത്ത് അവിടുന്ന് ഓടി. എങ്കിലും ആ റൗഡികൾ കുമരനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആ സമയം വാനതി അവിടേക്ക് വന്ന് ഗീതയെ കൊല്ലാൻ വരുന്നവർക്ക് നേരെ തോക്ക് ചൂണ്ടി അവളെ താങ്ങി പിടിച്ചു. എന്നിട്ട് വാനതി അസിസ്റ്റന്റിനോട് കാർ എടുക്കാൻ പറഞ്ഞ് ഗീതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അവിടേക്ക് കുമരന്റെ കൂട്ടാളികളും മീഡിയയും എത്തിയിരുന്നു. കുമരന്റെ മീഡിയയോട് പാർട്ടിക്കാർ ചെയ്തതാണിതെന്ന് പറഞ്ഞു. അതേസമയം ഇപ്പുറത്ത് കുറച്ച് പേരൊന്ന് കുമരന്റെ വീട്ടിലേക്ക് പെട്രോൾ ബോട്ടിൽ എടുത്ത് എറിയുന്നുണ്ട്. കുമരനും സ്റ്റേജിൽ കയറി ജനങ്ങളോട് എന്തിനാണ് ഓരോ കാര്യവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് എല്ലാത്തിനും ചിരിച്ച് തലയാട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, എന്തിനാണ് സഹിക്കുന്നത്, എനിക്കറിയാം പേടി നമ്മളെല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി അടിമകളായിരുന്ന് ശീലിച്ചു പോയി. സമരം നടത്താം, അടി വാങ്ങാം, നിരാഹാരമിരിക്കാം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ മാറിയിട്ടില്ല. ഏത് ന്യൂസ് ആണെങ്കിലും ഒരു ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പറയും, പിറ്റേന്ന് നമ്മൾ നമ്മുടെ കാര്യം നോക്കും. ഇതെല്ലാം ചോദിക്കാൻ നിനക്ക് എന്ത് യോഗ്യത ആണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് എല്ലാ യോഗ്യതയും ഉണ്ട്. മണ്ണിൽ കൃഷി ചെയ്യുന്ന ഓരോരുത്തരും ആ യോഗ്യതയുണ്ട് എന്നൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അരുണഗിരി സ്റ്റേജിലേക്ക് വന്ന് കുമരനോട് അവന്റെ വീടിന് തീ വെച്ചു, അമ്മയും അച്ഛനും മരിച്ചുപോയി എന്ന കാര്യം വന്ന് പറഞ്ഞു. കുമരൻ ഇത് കേട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ കുറച്ചു നേരം സ്റ്റക്കായി നിന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ജനങ്ങളോട് എന്റെ അച്ഛനെയും അമ്മയും വീട്ടിനകത്ത് വെച്ച് അവന്മാര് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞു. എന്നിട്ട് ആരാണിത് ചെയ്തത്, എതിർ പാർട്ടിയാണോ സ്വന്തം പാർട്ടിയാണോ CM ആണോ ലീഡറാണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കട്ട് ചെയ്ത ശേഷം ഇതെല്ലാം കാരവലിരുന്ന് TV-യിൽ കാണുന്ന ലീഡറിനെ കാണിക്കും. അയാളുടെ മുഖത്ത് നല്ല പേടി തോന്നിക്കുന്നുണ്ട്. കുമരന്റെ ഈ പ്രസംഗം എല്ലാവരും മൊബൈലിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അണികൾ തന്നെ ലീഡറും കൂട്ടരും ഇരിക്കുന്ന കാരവനടുത്തേക്ക് വന്ന് ആ ബസ്സിനിട്ട് അടിച്ചും ബസ്സിന് നേരെ പെട്രോൾ ബോട്ടിൽ എറിഞ്ഞും ബസ് കത്തിച്ചു. ലീഡറും കൂട്ടരും ആ ബസ്സിനകത്തും പെട്ടുപോയി. അവർ മരിച്ചു. സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ലീഡറെയും സഹായികളെയും കൊന്നുവെന്ന വാർത്ത വൈറലായി ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് CM അറിഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ കുമരൻ കത്തിക്കരിഞ്ഞ് വെറും അസ്ഥികൂടമായി കിടക്കുന്ന അവന്റെ അമ്മയുടെ അച്ഛനെ നോക്കി വീടിനകത്ത് നിന്നു. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇവിടെ കുമരൻ അവന്റെ വയലിൽ ട്രാക്ടർ ഓടിക്കുന്ന സമയത്ത് മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഗീതയുടെ കയ്യിലെ ഫോണില് ന്യൂസ് കാണിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതുകൊണ്ട് KMK പാർട്ടിയും CJK പാർട്ടിയും കൂട്ടണി ചേർന്നു. MMK സ്ഥാനാർത്ഥി നന്ദഗോപാലൻ കുമരൻ നാളെ പ്രസ് മീറ്റ് നടത്തും എന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് കുമരൻ പ്രസ് മീറ്റ്
മീറ്റിൽ റിപ്പോർട്ടർ KMK പാർട്ടിയെക്കുറിച്ച് ചോദിച്ചതിന് അണികൾ ഏത് വഴിയിലാണോ കുമരനും ആ വഴി തന്നെയാണെന്ന് കുമരൻ പറഞ്ഞു. കുമരൻ KMK പാർട്ടിയിൽ മത്സരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ഒരു ചാനൽ ചർച്ച തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ഷൻ ദിവസം എത്തി. എല്ലാവരും അവരവരുടെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോ കുമരൻ ഇലക്ഷന് ജയിച്ച് CM ആയിരിക്കുന്നു. സോ ഒരു ഇന്റർവ്യൂ നടക്കും. അതിൽ റിപ്പോർട്ടറും സർ, ഞങ്ങളുടെ ചാനൽ തുടർച്ചയായി നിങ്ങളെ വിമർശിച്ച ഒരു ചാനലാണ്, എന്തുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത് എന്ന് ചോദിച്ചു. അതിന് കുമരനും ഒരു എക്സാമ്പിൾ ആവട്ടെ എന്ന് കരുതിയാണ്. ഞാൻ എന്നെ പുകഴ്ത്തുന്നവരെ കണ്ട് സന്തോഷിക്കുന്നവനല്ല, ചീത്ത പറയുന്നവരെ കണ്ട് തിരുത്തുന്നതാണ് എന്ന് പറഞ്ഞു. റിപ്പോർട്ടറും സഖ്യം ചേർന്ന പാർട്ടിയിലെ ഒരു മിനിസ്റ്ററാണ് നിങ്ങൾ, ഇത് നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് വിശ്വാസമാണ് ജീവിതം, ജനങ്ങൾക്ക് നല്ലത് നടക്കണം എന്ന എന്റെ തത്വത്തിന് മറ്റുള്ളവരും കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇനിയൊരു ഇലക്ഷൻ നേരിടാനും ഞാൻ തയ്യാറാണ്, എല്ലാം പഠിച്ചോളാമെന്ന് കുമരൻ പറയുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.